ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നോമ്പൊക്കെ വരാനായി. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്. അപ്പോൾ കുറേ പൈസ കൊടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഇത് പുറത്തുനിന്ന് വാങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. മടി കാരണം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇനി പുറത്തുനിന്ന് വാങ്ങണ്ട, എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. നോമ്പിന് കൂടുതൽ ചിലവുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 പാക്കറ്റിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി 2 പാക്കറ്റ് ആണെങ്കിൽ 2 പാക്കറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 പാക്കറ്റിൻ്റെ ആക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അളവ് ഞാൻ പറയുന്നത് അനുസരിച്ച് എടുത്താൽ മതി. ഈ 4 പാക്കറ്റ് പാലും ഒരു വലിയ പാത്രത്തിൽ ഒഴിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാനെടുത്ത പാത്രം ഉണ്ടല്ലോ, അത് കുറച്ച് ചെറുതായിപ്പോയി. ഇതിനേക്കാളും വലിയ പാത്രമാണെങ്കിൽ നമുക്ക് നല്ല വിശാലമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. അതല്ല എങ്കിൽ അടി കട്ടിയുള്ള പാത്രം എടുക്കണം. എന്നിട്ട് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈയെടുക്കാണ്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. വലിയ പാത്രമാകുമ്പോൾ തിളച്ച് മറിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ചെറിയ പാത്രമാകുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് പൊങ്ങി വരൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പാത്രം തന്നെ എടുക്കുക. പാലൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. തിളച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ തിളവരുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പാല് 4 പാക്കറ്റാണ്, അതായത് 2 ലിറ്റർ ഓക്കെ അല്ലേ. എന്നിട്ട് ഈ പഞ്ചസാര ഉണ്ടല്ലോ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല പോലെ ഇളക്കി ഇത് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ പഞ്ചസാര കൂടുതലുള്ളതുകൊണ്ട് അടിക്ക് പിടിക്കും. ഞാനിപ്പോൾ ഫുൾ തീയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇനി തീ ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി, മീഡിയത്തിലാക്കി കൊടുത്താൽ മതി. പിന്നെ ഫുൾ ടൈം ഞാൻ ഫുൾ തീയിലല്ല വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് തീയിൽ വെക്കും. തിളച്ച് മാറിയെന്നുള്ള പേടി ഉണ്ടാകുമ്പോൾ ഞാൻ തീ ചെറുതാക്കി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, പാലെല്ലാം നേരെ പകുതിയായി വന്നിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ് കൊണ്ടാണ് പകുതി പാലായിട്ടുള്ളത്. ഇനിയും കൈയെടുക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കളറെല്ലാം കണ്ടല്ലോ, നല്ല പോലെ കളറെല്ലാം യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗം വറ്റിയിട്ടും വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പരുവുണ്ടല്ലോ, ആ പരുവം ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ ഫുള്ള് കൂട്ടി കൊടുക്കണ്ട. നിങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക് പിടിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിലെല്ലാം തീ കൂട്ടി കൊടുക്കാം. അല്ല പേടിയുള്ള ആൾക്കാരാണെങ്കിൽ മീഡിയം തീ തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുക്കുന്ന സമയം ഞാൻ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പതഞ്ഞ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈയൊരു പോലെ നന്നായിട്ട് പതഞ്ഞ് വരും. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്? അതായത് ഇത് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അല്ല എങ്കിൽ ഇത് പാലല്ലേ, പെട്ടെന്ന് തന്നെ ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും. വീഡിയോയിൽ കാണുന്ന രീതി കണ്ടല്ലോ, ഈയൊരു പരുവം ആയി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. നിറഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം താണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ 4 പാക്കറ്റ് പാല് ഫുള്ള് തീയിലും ഇടയ്ക്കിടയ്ക്ക് മീഡിയം തീയിലൊക്കെ ആയിട്ട് 1.5 മണിക്കൂർ കൊണ്ടാണ് എനിക്കിത് റെഡിയായി കിട്ടിയത്. സമയം ഇപ്പം ഞാൻ കറക്റ്റ് പറയുന്നില്ല. ഇപ്പോൾ 2 പാക്കറ്റൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. 4 പാക്കറ്റ് ഉള്ളതുകൊണ്ട് 1.5 മണിക്കൂറിൽ റെഡിയായി. അതങ്ങനെയാണ്. കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ സമയം കുറച്ച് മതി. എന്നിട്ട് മുഴുവനായിട്ട് ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞാൽ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. പിന്നെ കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്ന സമയം ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ നന്നായിട്ട് തുടച്ച് ഉണക്കി
പറ്റുമെങ്കിൽ വെയിലത്ത് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മൂടി വെക്കണം. പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോട് കൂടി മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ മോശമാവും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് 1 ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ 1 ലിറ്ററും പിന്നെ കുറച്ച് കണ്ടല്ലോ, ഏകദേശം 100 ml ആവും. അത്രയാണ് എനിക്ക് 4 പാക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.